നമസ്കാരം. സകലമാന വാർത്തകളുടെ അരമണിക്കൂറിലേക്ക് സ്വാഗതം. സകലമാന കേരളം ആരംഭിക്കുകയാണ്. വയനാട്ടിലെ ആളെ കൊല്ലി ആനയെ പിടിക്കാനുള്ള ദൗത്യം സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു, ഓണായി കഴിഞ്ഞിരിക്കുന്നു. ആ വാർത്തയിലേക്ക് തന്നെ നമുക്ക് ആദ്യം വിശദമായി കടക്കാം. അതിനു മുമ്പായി നോക്കാം മറ്റ് തലക്കെട്ടുകൾ. റേഡിയോ കോളർ ഘടിപ്പിച്ചുവിട്ടിട്ടുള്ള ആന മണ്ണുണ്ടി കാട്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അത് ഏത് സമയത്തും ഏത് ഭാഗത്തേക്ക് നീങ്ങാൻ സാധ്യതയുള്ള മുഴുവൻ ആളുകളും അനാവശ്യമായി പുറത്തിറങ്ങി നടക്കുകയോ വനത്തിൽ പ്രവേശിക്കുകയോ ചെയ്യരുത്. വയനാട്ടിലെ ആളെ കൊല്ലി ആനയെ പിടിക്കാൻ നടപടി. കുങ്കിയാനകൾ സജ്ജം. ആനയെ മയക്കുവെടി വെച്ച് മുത്തങ്ങയിലേക്ക് മാറ്റാൻ നീക്കം. കാട്ടാന ചവിട്ടിക്കൊന്ന അജീഷിന്റെ സംസ്കാരം ഇന്ന്. കോതമംഗലം കുട്ടമ്പുഴയിൽ കാട്ടാന ആക്രമണം. വെള്ളാരം കുത്തിൽ കാട്ടാനക്കൂട്ടം വീട് തകർത്തു. മറ്റൊരു വീട് തകർക്കാനും ശ്രമം. താമരശ്ശേരി ചുരത്തിൽ അപകടം. കാർ കൊക്കയിലേക്ക് മറിഞ്ഞു. അപകടത്തിൽപ്പെട്ടത് നിലമ്പൂർ സ്വദേശികൾ. കൊല്ലം ചിതറയിൽ നെൽപ്പാടങ്ങളും തണ്ണീർത്തടങ്ങളും നികത്തുന്നു. അനധികൃത നികത്തൽ. കൊണ്ടോടിയിലെ 15 ഏക്കർ പാടത്ത്. ക്വാറി മാഫിയയ്ക്ക് ഒത്താശ ചെയ്ത് ഗ്രാമപഞ്ചായത്ത്. വിശദമായി കടക്കുമ്പോൾ വയനാട് മാനന്തവാടിയിലേക്കാണ്. പയ്യമ്പള്ളിയിൽ മധ്യവയസ്കനെ കൊലപ്പെടുത്തിയ കാട്ടാന ബേലൂർ മക്നയെ പിടികൂടാനുള്ള ദൗത്യം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആനയെ മയക്കുവെടി വെച്ച് മുത്തങ്ങയിലേക്ക് മാറ്റാനാണ് തീരുമാനം. കുങ്കിയാനകൾ അടക്കം പടമലയിൽ സജ്ജമാണ്. ബാവലി സെക്ഷനിലെ വനമേഖലയിൽ നിന്ന് ആനയുടെ സിഗ്നൽ വനം വകുപ്പിന് ലഭിച്ചു. ആനയെ കണ്ടാൽ മയക്കുവെടി വെക്കുന്ന സാധ്യത പരിശോധിക്കും. കൊല്ലപ്പെട്ട അജീഷിന്റെ മൃതദേഹം ഇന്ന് അതേസമയം സംസ്കരിക്കും. പടലമല സെന്റ് അൽഫോൺസ് പള്ളിയിൽ വൈകിട്ട് 3-നാണ് സംസ്കാരം. MS അനീഷ് കുമാർ വയനാട്ടിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ നൽകും. അനീഷ, ആനയെ പിടിക്കാനുള്ള ദൗത്യം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. സിഗ്നൽ ലഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. കണ്ടാൽ മയക്കുവെടി വെക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമായിട്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? ആര്യ, ഏറ്റവും ആശ്വാസകരമായ ഒരു വാർത്തയിലേക്ക് തന്നെയാണ് ഇപ്പോൾ നമ്മൾ നീങ്ങുന്നത്. അല്ലെങ്കിൽ കേരളം കാത്തിരുന്ന ആ വാർത്ത അല്പസമയത്തിനകം എത്തുമെന്നാണ് നമുക്ക് വനംവകുപ്പിൽ നിന്നും ലഭിക്കുന്ന വിവരം. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ഏതാണ്ട് 1 കിലോമീറ്റർ അപ്പുറേ ചെമ്പകപ്പാറ എന്ന സ്ഥലമുണ്ട്. അവിടുത്തെ വനമേഖലയിൽ റേഡിയോ കോളറിൽ ആനയുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നു. ആന നിൽക്കുന്ന ഇടവും കണ്ടെത്താൻ വനംവകുപ്പിന് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മയക്കുവെടി വെക്കാനുള്ള വിദഗ്ധരടക്കമുള്ള ആളുകൾ RRT അംഗങ്ങളെല്ലാം കാട്ടിലേക്ക് പോയിട്ടുണ്ട്. കാടിന് പുറത്ത് ഈ ദേശീയപാതയുടെ ഓരത്ത് ദൌത്യസംഘത്തിൽ പിന്തുണയുമായി ഈ പോലീസും വനംവകുപ്പിലെയും ഒക്കെ ഉന്നത ഉദ്യോഗസ്ഥർ അവിടെ തമ്പടിക്കുന്ന കാഴ്ചയും കാണാൻ കഴിയുന്നു. മാനന്തവാടിയിൽ നിന്നും മൈസൂരിലേക്കുള്ള പാതയിൽ ബാവലി സെക്ഷൻ ഓഫീസിന് സമീപത്താണ് ഈ ചെമ്പകപ്പാറ എന്ന സ്ഥലമുള്ളത്. ആ ചെമ്പകപ്പാറയിൽ നിന്നും കാട്ടിനുള്ളിലേക്കാണ് ഇപ്പോൾ ആനയുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. ഇന്നലെയൊക്കെ നിലനിന്ന സ്ഥലത്തിന് വിഭിന്നമായി ഇന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനിലാണ് ആന നിൽക്കുന്നത് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അധികം വൈകാതെ നടപടിക്രമങ്ങളിലേക്ക് കടക്കും. എന്തായാലും കാട്ടിനുള്ളിൽ നിന്ന് പിടികൂടി പുറത്തേക്ക് വിടുന്ന അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും അല്ലെങ്കിൽ കാട്ടിനുള്ളിലേക്ക് ഓടിച്ചു വിടുന്നതിനെ കുറിച്ചൊന്നും ഒരു ആലോചനയില്ല. ആനയെ വെടിവെച്ച് പിടികൂടുക എന്ന തന്നെയുള്ള ലക്ഷ്യത്തിലേക്ക് വനംവകുപ്പ് നീങ്ങിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു തരത്തിലുമുള്ള ആശങ്കകൾ വേണ്ട എന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നത്. കാരണം ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി മുത്തങ്ങയിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടിക്രമങ്ങളാണ് പുരോഗമിക്കുന്നത്. നേരത്തെ കുങ്കിയാനകളെ ബാവലി സെക്ഷൻ ഓഫീസിന് പരിസരത്ത് ഉണ്ടായിരുന്ന കുങ്കിയാനകളെയും ഈ പ്രദേശത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അല്പസമയത്തിനകം ഈ ദൌത്യം ആരംഭിക്കുമെന്ന സൂചനകൾ നൽകുന്നു. വാഹനങ്ങൾ കടന്നു പോകുന്നതിനടക്കം കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വലിയ തോതിൽ വിനോദസഞ്ചാരികൾ പോകുന്ന ഒരു വഴിയാണിത്. ഈ വഴിയിൽ ഒരിടത്തും വാഹനങ്ങൾ നിർത്താനുള്ള അനുമതി ഇപ്പോൾ വനംവകുപ്പും പോലീസും നൽകുന്നില്ല. കൃത്യമായി വളരെ വേഗത്തിൽ ഈ ഭാഗത്തുകൂടി കടന്നു പോകണം എന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഒപ്പം ഈ നാട്ടുകാരായ ആളുകൾ അധികം പുറത്തേക്ക് ഇറങ്ങുകയോ അല്ലെങ്കിൽ കാട്ടിനുള്ളിലേക്ക് പോവുകയോ വിറക് ശേഖരിക്കുന്നതിനോ അല്ലെ കന്നുകാലികളെ മേയ്ക്കുന്നതിനോ മറ്റും ഒക്കെ പോകരുതെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള മുന്നറിയിപ്പ് വാഹനങ്ങൾ ഈ റോഡിന്റെ പലയിടങ്ങളിലായും ഈ പഞ്ചായത്തിന്റെ എല്ലാ ഇടങ്ങളിലായും നടക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നു. എന്തായാലും കേരളം കാത്തിരിക്കുന്ന ആ വാർത്ത, ആ ദൌത്യം അല്പസമയത്തിനകം നടക്കുമെന്നാണ് നമുക്ക് നിലവിലുള്ള തയ്യാറെടുപ്പുകളിൽ നിന്നും മനസ്സിലാവുന്നത്. ആര്യ, ശരി. MS അനീഷ് കുമാറാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ബേലൂർ മക്നയെ പിടികൂടാനുള്ള ദൌത്യം അത് പരിസമാപ്തിയിലേക്ക് അടുക്കാൻ
അല്പസമയം കൂടി എടുക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും റേഡിയോ കോളറിൽ നിന്നുള്ള സിഗ്നൽ ലഭിച്ചിട്ടുണ്ട്. ആന എവിടെയുണ്ട് എന്ന് സ്പോട്ട് ചെയ്യാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ നിമിഷത്തിലെ ഏറ്റവും ആശ്വാസകരമായ വാർത്ത. ഇപ്പോൾ അനീഷ് കുമാർ നിൽക്കുന്നത്, ഞങ്ങളുടെ ന്യൂസ് 18 സംഘം നിൽക്കുന്നത് ഈ ആനയെ പിടികൂടാൻ പോകുന്ന സ്ഥലത്തിന് ഏകദേശം അടുത്ത് തന്നെയാണ്. അവിടെ നിന്ന് 1 കിലോമീറ്റർ ദൂരെയുള്ള ഒരു സ്ഥലത്തായി ഇപ്പോൾ ബേലൂർ മക്നയെ ട്രാക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അവിടെ നിന്ന് മയക്കുവെടി വെച്ച് പിടികൂടുന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ആയിട്ടില്ല എന്ന് മനസ്സിലാക്കണം. എന്തായാലും വളരെ ആശ്വാസകരമായ വാർത്തയാണ് ഈ നിമിഷം വരുന്നത്. കാടിനുള്ളിലേക്ക് തന്നെ തുരത്തുകയാണോ അതോ മയക്കുവെടി വെച്ച് മുത്തങ്ങയിലേക്ക് കൊണ്ടുവരുമോ എന്നുള്ള കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനമായിട്ടില്ല എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ അനീഷ് തുടരുന്നുണ്ട്. അനീഷ്, ഈ അവിടെയുള്ള ആളുകൾക്ക് വല്ലാത്തൊരു ആശങ്കയുണ്ട്. അതായത് വീണ്ടും കാട്ടിലേക്ക് തുരത്തിയാലും മടങ്ങി വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മയക്കുവെടി വെച്ച് മുത്തങ്ങയിലേക്ക് മാറ്റിയില്ലെങ്കിൽ അവർക്ക് സ്വൈര്യമായി ഉറങ്ങാൻ സാധിക്കില്ല. എപ്പോഴും ഈ ആന മടങ്ങി വരുമോ എന്നുള്ള ആശങ്കയിൽ തന്നെ കഴിയേണ്ടി വരും എന്നുള്ളതാണ് അവിടെയുള്ള ആളുകളുടെ ഒരു ആവശ്യം. അപ്പോൾ ആ ആവശ്യം പരിഗണിക്കാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്? എന്തുകൊണ്ടാണ് ഈ മയക്കുവെടി വെക്കുന്നതിൽ ഒരു അന്തിമ തീരുമാനമെടുക്കാൻ വൈകുന്നത്? ആര്യ, മയക്കുവെടി വയ്ക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനം വനംവകുപ്പ് എടുത്തു കഴിഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ മയക്കുവെടി വെച്ച് പിടികൂടുക എന്ന ഒറ്റ ലക്ഷ്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു എന്നാണ് നമുക്ക് ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറുവശത്ത് ഈ കർണാടകയുടെ വനമേഖലയാണുള്ളത്. പക്ഷേ ആ വനമേഖലയിലേക്ക് കടത്തിവിടുന്നതിനുള്ള ഒരു തരത്തിലുമുള്ള ആലോചനകൾ ഇപ്പോഴില്ല. കാട്ടിലാണെങ്കിലും കാട്ടിൽ വെച്ച് മയക്കുവെടി വെച്ച് പിടികൂടി പുറത്തേക്ക് കൊണ്ടുവരിക എന്ന തീരുമാനത്തിലേക്ക് തന്നെ അധികൃതർ എത്തിയിരിക്കുന്നു. കാരണം വലിയ ആശങ്കയാണ് ആനയെ കാട്ടിനുള്ളിലേക്ക് തുരത്തിയാൽ ജനങ്ങൾക്കുണ്ടാവുക. കാരണം ഈ കാട്ടിനുള്ളിലേക്ക് പോകുന്ന ആന കൃത്യമായ ഇടവേളയിൽ വീണ്ടും നാട്ടിലേക്ക് മടങ്ങിയെത്തുന്നതിനുള്ളൊരു സാധ്യത ഒരു കാരണവശാലും തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ആശങ്ക ഇരട്ടിയാവുന്ന ഒരു സാഹചര്യമാവും. കാരണം ഒരാളെ കൊന്ന ശേഷമാണ് കലി അടങ്ങാതെ ആന വീണ്ടും കാട്ടിലേക്ക് കയറുന്നത്. ആ ആന വീണ്ടും നാട്ടിലേക്ക് തിരിച്ചെത്താനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ ആസൂത്രണത്തിൽ ആനയെ വെടിവെച്ച് പിടികൂടി കാട്ടിലേക്ക് അയക്കുന്നതിനുള്ളൊരു തീരുമാനം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ആളുകൾ ഏറെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു നിമിഷമാണ്, അല്ലെങ്കിൽ ഈ ആനയെ എപ്പോൾ പിടികൂടും എന്ന് സംബന്ധിച്ച ഒരു നിമിഷമാണ്. കാരണം വലിയ അപകടം ആണ് ഈ ആന ഈ ഭാഗത്തിറങ്ങി. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം മൈസൂരിനുള്ള KSRTC ബസ്സും ഒക്കെ പോകുന്നത്. അതായത് നിറയെ യാത്രക്കാരുമായി പോകുന്ന ബസ്സാണ്. ഇത്തരം നൂറുകണക്കിന് വാഹനങ്ങൾ നിരന്തരം സഞ്ചരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ മാനന്തവാടി മൈസൂർ റൂട്ട്. ഈ റോഡിനോടൊക്കെ ചേർന്ന് ആന ഇറങ്ങിയാൽ അത് എത്ര വലിയ അത്യാഹിതങ്ങളിലേക്ക് നയിക്കും എന്നതിനെക്കുറിച്ച് പ്രവചിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് കാട്ടിനുള്ളിൽ വെച്ച് തന്നെ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി മുത്തങ്ങയിൽ കൊണ്ടുപോവുക എന്ന ഒറ്റ ലക്ഷ്യത്തിലേക്ക് വനംവകുപ്പും പോലീസുമൊക്കെ നീങ്ങിയിരിക്കുന്നത്. അതിനുള്ള സർവ്വസന്നാഹങ്ങളും ഒരുക്കിയിരിക്കുന്നു. കാട്ടിനുള്ളിലേക്ക് ഷൂട്ടർമാരുടെ സംഘം പോയിരിക്കുന്നു. ഒപ്പം വെറ്റിനറി ഡോക്ടർമാരുടെ സംഘമുണ്ട്. ഒപ്പം RRT അംഗങ്ങളുണ്ട്. അങ്ങനെ എല്ലാവിധ സന്നാഹങ്ങളും കാട്ടിനുള്ളിലേക്ക് നീങ്ങുമ്പോൾ പുറത്ത് ഈ ഉദ്യോഗസ്ഥരുടെ വലിയ സംഘം, മാനന്തവാടി DYSPയും മറ്റു വനംവകുപ്പിന്റെ DFO അടക്കമുള്ള ആളുകളൊക്കെ അവിടെ ഇതിന് പിന്തുണ നൽകിക്കൊണ്ട് അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നു. ട്രാക്കറുമായി ഒരു സംഘം സദാ കാട്ടിനുള്ളിൽ കറങ്ങി നടക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു രാവിലെ മുതൽ ഉണ്ടായിരുന്നത്. നമ്മൾ കണ്ടതാണ് ആ സംഘം അവിടെ നിന്നും പുറപ്പെടുന്നത്. ആ സംഘത്തിന് ഈ ഇപ്പോൾ റവന്യൂ വകുപ്പിന്റെ വാഹനങ്ങളുമൊക്കെ ആ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം ആ വഴിയിൽ കൂടി. അത്തരത്തിൽ എല്ലാ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരെയും ആ ഭാഗത്തേക്ക് ചെമ്പകപ്പാറയ്ക്ക് സമീപത്തേക്ക് കേന്ദ്രീകരിപ്പിച്ച് അവിടെ കാര്യങ്ങൾ ഊർജ്ജസ്വലമാക്കുന്നു. കൂടുതൽ വാഹനങ്ങൾ, ഫോറസ്റ്റിന്റെ വാഹനങ്ങളും ആ സ്ഥലത്തേക്ക് പോകുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അങ്ങനെ എല്ലാ സന്നാഹങ്ങളും ഒരുക്കി ഉടൻ ഈ ദൗത്യം നടത്താൻ, ഈ മനുഷ്യനെ കൊല്ലുന്ന കാട്ടാനയെ ഉടൻ പിടികൂടാനുള്ള ഒരു നീക്കങ്ങളാണ് അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ രാവിലെയാണ് അജീഷിനെ ഈ കാട്ടാന വീടിന് സമീപത്ത് വെച്ച് വീട്ടുമുറ്റത്ത് വെച്ച് കൊല്ലുന്നത്. അതിനുശേഷം വലിയ പ്രതിഷേധമാണ് വയനാട്ടിലെമ്പാടും ഇരമ്പിയത്. മണിക്കൂറുകളോളം സബ് കളക്ടർ ഓഫീസിൽ വലിയ പ്രതിഷേധം തന്നെ തീർത്തു. അതിനുശേഷമാണ് സർക്കാരിൽ നിന്നും ചില ഉറപ്പുകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മൃതദേഹം ഏറ്റുവാങ്ങാൻ തയ്യാറാവുകയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ഇന്നലെ രാത്രി 10 മണിയോടുകൂടി അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിക്കുകയും ചെയ്തത്. ഇപ്പോഴും അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെയാണ് ഭൗതിക ശരീരമുള്ളത്. നൂറുകണക്കിന് ആളുകളാണ് അദ്ദേഹത്തെ അവസാനമായി കാണാനായി എത്തിയിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ വയനാട്ടിലെ കർഷകരുടെ രോഷം അണപൊട്ടി ഒഴുകുന്ന
ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ ഈ ആനയെ പിടികൂടി മുത്തങ്ങയിലേക്ക് മാറ്റുന്നതിനപ്പുറം യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ജനങ്ങൾ തയ്യാറാവാതിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണുള്ളത്. അതുകൊണ്ട് ജനരോഷം തണുപ്പിക്കണമെങ്കിൽ ഇതല്ലാതെ മറ്റു മാർഗമില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഈ കർണാടകത്തിൽ നിന്നും ഇത്തരത്തിൽ റേഡിയോ കോളർ ഘടിപ്പിച്ചിരിക്കുന്ന ആനകൾ നിരന്തരം കേരളത്തിലെത്തി ജനജീവനും സ്വത്തിനും ഭീഷണിയാവുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. കഴിഞ്ഞ ആഴ്ച തണ്ണിക്കൊമ്പൻ വന്നു, അതിനെ വെടിവെച്ച് പിടികൂടിയെങ്കിലും പിന്നീട് അത് ചത്തുപോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും മയക്കുവെടി വെച്ച് ബേലൂർ മക്നയെ പിടികൂടി മുത്തങ്ങയിലേക്ക് മാറ്റുക എന്നുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനമായിരിക്കുന്നു. ഓപ്പറേഷൻ ഓണായി കഴിഞ്ഞിരിക്കുന്നു. ഏകദേശം സിഗ്നൽ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായും ആന എവിടെയാണ് എന്നുള്ളത് ട്രാക്ക് ചെയ്യാൻ വനംവകുപ്പിന് സാധിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ആ ഒരു ദൌത്യത്തിലേക്ക് കടക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത്. മറ്റു വാർത്തകൾ കൂടി പരിശോധിക്കാം. കുട്ടമ്പുഴ പഞ്ചായത്തിൽ കാട്ടാന ആക്രമണം. പൂയംകുടി മണികണ്ഠൻ ചാലിന് സമീപം വെള്ളാരംകുത്തിൽ കാട്ടാനക്കൂട്ടം വീട് തകർത്തു. ഇന്ന് പുലർച്ചെ 3 മണിക്കായിരുന്നു സംഭവം. വെള്ളാരംകുത്ത് താമസിക്കുന്ന ശാരദ എന്ന സ്ത്രീയുടെ വീടാണ് കാട്ടാനക്കൂട്ടം തകർത്തത്. ആനയുടെ ആക്രമണം നടക്കുമ്പോൾ ശാരദ സ്ഥലത്തില്ലായിരുന്നു. മറ്റൊരു വീടിന്റെ അടുക്കള വാതിലും ആന തകർത്തിട്ടുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. താമരശ്ശേരി ചുരത്തിൽ കാർ കൊക്കയിലേക്ക് മറിഞ്ഞു. ചുരം ഇറങ്ങി വരികയായിരുന്ന മലപ്പുറം നിലമ്പൂർ സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് പുലർച്ചെ 1 മണിയോടെ ചുരം 1-ാം വളവിന് താഴെ കന്നേടിയൻ വളവിൽ നിന്ന് കൊക്കയിലേക്ക് പതിച്ചത്. 30 അടിയോളം താഴ്ചയിലേക്ക് പതിച്ച കാർ തലകീഴായി മറിഞ്ഞു. അപകടത്തിൽപ്പെട്ടയാൾ റോഡിലെത്തിയാണ് വിവരം മറ്റുള്ളവരെ അറിയിച്ചത്. ഫയർഫോഴ്സ് എത്തിയാണ് അപകടത്തിൽപ്പെട്ടവരെ രക്ഷിച്ചത്. കൊല്ലം പുനലൂർ ഇടമൺ 34-ൽ അമിത വേഗതയിലെത്തിയ ടിപ്പർ ലോറി ഇടിച്ച് വഴിയാത്രക്കാരൻ മരിച്ചു. ഇടമൺ സ്വദേശി ഷംസുദ്ദീനാണ് മരിച്ചത്. 65 വയസ്സായിരുന്നു. മൃതദേഹം പുനലൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. കായംകുളം പുനലൂർ സംസ്ഥാന പാതയിൽ മുരുക്കുംമൂടിന് സമീപം വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു. രണ്ടാംകുറ്റി സ്വദേശി ബഷീറാണ് മരിച്ചത്. സൈക്കിളും ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ഇന്ന് രാവിലെ 7:30-നാണ് അപകടം സംഭവിച്ചത്. കിഴക്ക് നിന്നും പടിഞ്ഞാറ് ഭാഗത്തേക്ക് വന്ന ലോറി ഇതേ ദിശയിലേക്ക് സൈക്കിളിൽ പോവുകയായിരുന്ന ബഷീറിനെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. തുടർന്ന് ലോറിയുടെ മുൻചക്രം ബഷീറിന്റെ ശരീരത്തിലൂടെ കയറിയിറങ്ങി. ബഷീർ സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു. സകലമാന കേരളത്തിൽ സ്വന്തം നാട്ടിലെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളുടെ റിപ്പോർട്ടർമാർക്കൊപ്പം സെലിബ്രിറ്റികളും ഉണ്ടാകും. കലാ, സാംസ്കാരിക, സിനിമ, രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖർ റിപ്പോർട്ടർമാരായി നിങ്ങളിലേക്ക് എത്തുകയാണ്. കൊച്ചി കോർപ്പറേഷന്റെ സ്വപ്ന പദ്ധതികളാണ് സമൃദ്ധി അറ്റ് കൊച്ചിയും ഷീ ലോഡ്ജും. സമൃദ്ധിയിൽ 20 രൂപയ്ക്ക് ഉച്ചയൂണ് നൽകുമ്പോൾ നഗരത്തിലെത്തുന്ന സ്ത്രീകൾക്ക് കുറഞ്ഞ ചിലവിൽ സുരക്ഷിതമായ താമസ സ്ഥലം ഒരുക്കുകയാണ് ഷീ ലോഡ്ജ്. കൊച്ചിയുടെ അഭിമാനമായ ഈ 2 പദ്ധതികളെയും പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുകയാണ് കൊച്ചി മേയർ അഡ്വക്കേറ്റ് M. അനിൽകുമാർ. കൊച്ചിയുടെ സമൃദ്ധി നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്കെല്ലാം സഹായകരമായ പദ്ധതിയായിരുന്നു. 2023-ൽ 10 രൂപയ്ക്ക് ഭക്ഷണം കൊടുത്ത് ആരംഭിച്ച പദ്ധതി ഒരുപക്ഷെ 10 രൂപ കയ്യിലില്ലെങ്കിൽ പോലും വിശക്കുന്ന വയറുകൾക്ക് ആശ്രയമായിരുന്നു സമൃദ്ധി. കോവിഡ് കാലത്താണ് കുറഞ്ഞ ചെലവിൽ ഉച്ചഭക്ഷണം നൽകുക എന്ന ആശയം രൂപപ്പെടുന്നത്. 2021 ഒക്ടോബർ 7-ന് സമൃദ്ധി അറ്റ് കൊച്ചിക്ക് തുടക്കമായി. കോർപ്പറേറ്റ് കമ്പനികളുടെ CSR ഫണ്ടും ഉദാരമതികളായ വ്യക്തികളുടെ സഹായവുമാണ് ഇതിന്റെ മൂലധനം. 10 രൂപ ചെലവിലാണ് ഊണ് നൽകി തുടങ്ങിയത്. പിന്നീടത് 20 രൂപയിലേക്ക് എത്തിയെങ്കിലും തിരക്കിന് ഒട്ടും കുറവില്ല. വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ ഊണും കറികളും ചൂടോടെ വിളമ്പുന്നു. ഓട്ടോ ഒന്നും കിട്ടാതെ തന്നെ ഞങ്ങൾ വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ 20 രൂപയ്ക്ക് ഒരു ഭക്ഷണം കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതം തന്നെ, സന്തോഷം തന്നെയാണ്. നല്ല ഭക്ഷണമാണ്, ഉള്ള കറി, നല്ല കുഴപ്പമൊന്നുമില്ല. 20 രൂപയ്ക്ക് ഭക്ഷണം ചോറ് കിട്ടാന്നൊക്കെ പറഞ്ഞാൽ നല്ല കാഴ്ചപ്പാട് തന്നെയാണ്. പിന്നെന്താ ഇങ്ങനെയുള്ള സാധനം, ഇത് 50 രൂപയാണ് ഈ കാരക്കറി. സാധാരണയുള്ള ഊണിന് പുറമെ ബിരിയാണിയും വിഭവസമൃദ്ധമായ നോൺ വെജ് ഊണും മത്സ്യമാംസ വിഭവങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുടുംബശ്രീ അംഗങ്ങളായ 70 പേർ ഇവിടെ ജോലി ചെയ്യുന്നു. ഭക്ഷണം കഴിച്ചു പോകുന്നവരുടെ നിറഞ്ഞ ചിരിയാണ് ഏറ്റവും വലിയ സന്തോഷമെന്ന് സമൃദ്ധിയിലെ അമ്മമാർ. 10,000-3000 ആളുകൾ വരാറുണ്ട്. പാർസല് 1,500 പോവും. പിന്നെ ഊണ് 1,500, പൊതിച്ചോറുണ്ട്, പല പല സെക്ഷൻ ഉണ്ട് ഇവിടെ, നോണം, അങ്ങനെ ഐറ്റംസ് ഒക്കെ ആയിട്ട്. നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന സമൃദ്ധി ഹോട്ടലിനോട് ചേർന്ന് തന്നെയാണ് ഷീ ലോഡ്ജും. സിംഗിൾ, ഡബിൾ റൂം, ഡോർമെറ്ററി വിഭാഗങ്ങളിലായി
100-ലധികം പേർക്ക് കുറഞ്ഞ ചെലവിൽ ഇവിടെ താമസിക്കാം. വിദ്യാർത്ഥികൾക്കും തൊഴിൽ പരിശീലനത്തിനായി എത്തുന്നവർക്കും പ്രത്യേക ആനുകൂല്യങ്ങളുണ്ട്. കൊച്ചി നഗരത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് തീർച്ചയായും ഈ നഗരസഭ ഇവിടുത്തെ ജനങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൊച്ചിയിലെ ജനങ്ങൾക്ക് വേണ്ടി ഈ നഗരത്തിൽ നിന്ന് ന്യൂസ് 18 വേണ്ടി അഡ്വക്കേറ്റ് എം അനിൽകുമാർ. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. പാലക്കാട് തൃത്താല മഹാദേവ ശിവക്ഷേത്രത്തിലെ താലപ്പൊലി ഉത്സവം നടന്നു. കൊടിക്കുന്ന് ഭഗവതിക്കായി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന കളംപാട്ടിന്റെ സമാപനമായാണ് ഉത്സവം ആഘോഷിച്ചത്. ആനകളും വാദ്യഘോഷങ്ങളും അണിനിരന്നു. ക്ഷേത്രം തന്ത്രി കാലടി പടിഞ്ഞാറേടത്ത് ശങ്കരനുണ്ണി നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. വിവിധ ആഘോഷ കമ്മിറ്റികളുടെ പൂരം വരവുകൾ ക്ഷേത്രത്തിലെത്തി. മലപ്പുറം പാണ്ടിക്കാട് പയ്യപ്പറമ്പ് കണ്ടപ്പൻ തൊടിക ശിവക്ഷേത്രത്തിലെ ഉത്സവത്തിന് തുടക്കം. കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. ക്ഷേത്രം തന്ത്രി മുത്തേടത്ത് മനക്കൽ ബ്രഹ്മശ്രീ നാരായണൻ നമ്പൂതിരി, ധനേഷ് നമ്പൂതിരി, മേൽശാന്തി തളിയിൽ മന പ്രമോദ് നമ്പൂതിരി എന്നിവരുടെ നേതൃത്വത്തിൽ ഉത്സവം കൊടിയേറി. നാളെയാണ് പൊങ്കാല, വ്യാഴാഴ്ചയാണ് സമാപനം. കോഴിക്കോട് കൊയിലാണ്ടി കുനിയേടത്ത് പരദേവതാ ക്ഷേത്ര മഹോത്സവത്തോടനുബന്ധിച്ച് 300 വർഷത്തിലേറെ പഴക്കമേറിയ മരമുത്തശ്ശിമാരെ ആദരിച്ചു. ക്ഷേത്ര അങ്കണത്തിനോട് ചേർന്ന അരയാലിനെയും 200 വർഷത്തോളം പഴക്കം ചെന്ന പുളിമരത്തെയും പുടവ അണിയിക്കുകയും തൊഴുത് പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്തു. ചെടികളെ വരും തലമുറകളിലേക്ക് പരിചയപ്പെടുത്തുകയെന്ന ലക്ഷ്യം കൂടിയാണ് ഇത്തരം ചടങ്ങുകളെന്ന് നാട്ടുകാർ പറഞ്ഞു. ജൈവസമ്പത്തും കാവുകളുടെ പ്രാധാന്യവും സംബന്ധിച്ച് സംവാദവും നടന്നു. ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ച പയ്യന്നൂരിലെ മെഗാ പൂരക്കളി. പയ്യന്നൂർ തായ്നേരി കുറിഞ്ഞി ഭഗവതി ക്ഷേത്രം കളിയാട്ടത്തിന്റെ ഭാഗമായി അരങ്ങിലെത്തിയ പൂരക്കളിയാണ് വിസ്മയമായത്. തായ്നേരി കുറിഞ്ഞി ക്ഷേത്രത്തിലെയും തലയന്നേരി പൂമാരക്കാവിലെയും പൂരക്കളി കലാകാരന്മാരാണ് റെക്കോർഡ് നേട്ടത്തിലേക്ക് ഒന്നിച്ച് ചുവട് വെച്ചത്. 2 ദേശങ്ങളുടെ ഒരുമയുടെ പ്രദർശനം കൂടിയായി മെഗാ പൂരക്കളി. തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടത്തെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു കലാകാരന്മാരുടെ പ്രകടനം. വൻകളി ഉൾപ്പെടെ വ്യത്യസ്ത താളങ്ങൾ സംയോജിപ്പിച്ച 30 മിനിറ്റ് ദൈർഘ്യമുള്ള പൂരക്കളിയാണ് അവതരിപ്പിച്ചത്. ആയോധന അടവുകൾക്ക് പ്രാധാന്യമുള്ള അനുഷ്ഠാന കലയായ പൂരക്കളി 25 മുതൽ 50 വരെയുള്ള സംഘങ്ങളായാണ് സാധാരണ അവതരിപ്പിക്കാറുള്ളത്. 5 വയസ്സ് മുതൽ 90 വയസ്സ് വരെയുള്ളവർ പൂരക്കളിയിൽ പങ്കുചേർന്നപ്പോൾ മെഗാ പൂരക്കളി 3 തലമുറകളുടെ സംഗമവേദി കൂടിയായി. CK സജീഷാണ് പരിശീലകൻ. ന്യൂസ് 18 പയ്യന്നൂർ. തൃശൂർ പൂരത്തിന്റെ മാതൃകയിൽ 75-ൽ പരം വാദ്യകലാകാരന്മാർ പങ്കെടുക്കുന്ന പഞ്ചാരിമേളവും 10-ൽ പരം ഗജവീരന്മാരും അകമ്പടി സേവിക്കുന്ന വെട്ടിക്കവല പൂരത്തിന് ഇന്ന് കൊടിയേറും. ചൊവ്വാഴ്ച ആറാട്ടോടെയാണ് ഉത്സവ സമാപനം. കൊട്ടാരക്കര വെട്ടിക്കവലയിൽ നിന്നും S വിനേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വെട്ടിക്കവല മഹാദേവ ക്ഷേത്രത്തിലെ കുംഭത്തിരുവാതിര മഹോത്സവത്തിന് കൊടികേറാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ ഒരുക്കങ്ങൾ എത്രത്തോളമായി എന്നെല്ലാം നമുക്ക് ചോദിച്ചറിയാം. പൂരവും കുടമാറ്റവുമൊക്കെയായി വെട്ടിക്കവല മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവം നല്ല കളറാവുകയാണ്. നമുക്ക് ചോദിച്ചറിയാം വിശേഷങ്ങൾ. എങ്ങനെയാണ് ഈ പ്രാവശ്യത്തെ ഒരുക്കങ്ങളൊക്കെ? ഇപ്രാവശ്യത്തെ ഒരുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുംഭത്തിരുവാതിര മഹോത്സവത്തിന് 2 ദേവന്മാർക്കും കൊടിയേറി കുംഭത്തിരുവാതിര മഹോത്സവം ആരംഭിക്കുകയാണ്. അതുപോലെ തന്നെ കിഴക്കൻ മേഖലയിൽ കൊട്ടാരക്കരയിൽ 1 വർഷം നടത്തിയതിനു ശേഷം കുടമാറ്റവും 10 ആനകളെ നിരത്തി കുടമാറ്റം നടത്തുന്ന ഏകക്ഷേത്രമാണ് വെട്ടിക്കവല മഹാക്ഷേത്രങ്ങൾ. തൃശ്ശൂർ പൂരത്തിൻ്റെ മേളപ്രമാണത്തിൽ പ്രഗത്ഭരായ കലാകാരന്മാർ 75-ൽ പരം കലാകാരന്മാർ അണിനിരക്കുന്ന തൃശ്ശൂർ പൂരം മോഡൽ പഞ്ചാരി മേളവും പാറമേൽക്കാവ് തിരുവമ്പാടി ഈ 2 വിഭാഗങ്ങളിൽ നിന്നും കൊണ്ടുവരുന്ന 150 സെറ്റ് കുടകൾ കീഴോട്ട് ദേവനും മഹാവിഷ്ണുവിനും മേലോട്ട് ശ്രീ മഹാദേവനും
വെട്ടിക്കോല മേലൂട്ട് ക്ഷേത്ര കോമ്പൗണ്ടിന്റെ ഗ്രൗണ്ടിൽ മുഖാമുഖം അണിനിരന്നുകൊണ്ട് കുടമാറ്റവും നടക്കുകയാണ്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ ആഘോഷമാണ് വെട്ടിക്കോല മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവം. എങ്ങനെയാണ് മറ്റ് ക്രമീകരണങ്ങളൊക്കെ? ഈ 10 ദിവസക്കാലത്തെ ഉത്സവത്തില് നമ്മുടെ നാടും നമ്മുടെ നാട്ടുകാരും വളരെ ആവേശമായി ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ക്ഷേത്രത്തിന്റെ അകത്തളവും അതുപോലെ തന്നെ റോഡും ഇരുവശങ്ങളും ഒക്കെ നമ്മൾ പോകുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും. എന്നുവെച്ചാൽ ഇതിന്റെ പരസ്യം പ്രചരണം കൊണ്ട് ഏകദേശം നിറഞ്ഞു നിൽക്കുകയാണ്. ക്ഷേത്ര മതിലിന്റെ നമ്മുടെ ക്ഷേത്രത്തിന്റെ മുൻവശത്തുള്ള മതിലുകളെല്ലാം വർണ്ണ ചിത്രങ്ങൾ കൊണ്ട് ഒരു കൂട്ടം കലാകാരന്മാർ ആഴ്ചകളോളം പ്രയത്നിച്ചുകൊണ്ട് വർണ്ണ ചിത്രങ്ങൾ ഒരുക്കിയിരിക്കുകയാണ്. വെട്ടിക്കോല മഹാക്ഷേത്രങ്ങളുടെ ചരിത്രത്തിൽ ഇദംപ്രഥമമായിട്ടാണ് വെട്ടിക്കോല പൂരം സമാരംഭിക്കുന്നത്. അത് നമുക്ക് ദേവഹിതപ്രകാരം നടത്തുവാനുള്ള അനുമതി ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് സോഷ്യൽ ഫോറസ്ട്രിയാണ്. അവരുടെ അനുമതി കിട്ടിയിട്ടുണ്ട്. അതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുമതി കിട്ടിയിട്ടുണ്ട്. ദേവസ്വം ബോർഡിൻ്റെ അനുമതിയും കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പ്രാധാന്യം 2 ക്ഷേത്രങ്ങളിൽ ഒരുപോലെ ഉത്സവം സമാരംഭിക്കുന്ന ഒരു പ്രത്യേകത വെട്ടിക്കോല മഹാക്ഷേത്രങ്ങളുടെ ഒരു ചരിത്ര പാരമ്പര്യമാണ്. കീഴൂട്ട് മഹാദേവനും കീഴൂട്ട് മഹാവിഷ്ണുവും മേലൂട്ട് മഹാദേവനും തുല്യ പ്രാധാന്യത്തോടുകൂടി 10-15 മിനിറ്റിൻ്റെ ഇടവേളയിലാണ് കൊടി കയറുന്നത്, കൊടി ഇറങ്ങുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചരിത്ര പാരമ്പര്യം മറ്റ് ക്ഷേത്രങ്ങളിലുണ്ടോ എന്ന് ചോദിച്ചാൽ അപൂർവമാണ്. അപ്പോൾ ആ 2 മഹാദേവന്മാരും പള്ളിവേട്ടയ്ക്ക് പുറത്തോട്ട് പോകുന്ന ദിവസം അവരെ ഒരു മൈതാനിയിൽ അഭിമുഖമായി നിർത്തി കുടമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്നത് ഉത്സവ ആഘോഷങ്ങൾക്ക് ഭഗവാന്മാർക്ക് വലിയ താല്പര്യമുള്ളതാണ്. അവരുടെ ഉത്സവം വളരെ ഭംഗിയായി ചാരുതയായി നടത്തുക എന്നത് അത് മനസ്സിലാക്കിയിട്ടാണ് ഭക്തജനങ്ങളുടെ താല്പര്യപ്രകാരം ആവശ്യപ്രകാരം തൃശ്ശൂർ പൂരത്തിൻ്റെ അതേ മാതൃകയിൽ തൃശ്ശൂർ പൂരത്തിൻ്റെ സ്ഥലത്ത് നിന്നാണ് ചമയങ്ങളെല്ലാം നമ്മൾ കൊണ്ടുവരുന്നത്. അവിടുത്തെ കലാകാരന്മാരാണ് വാദ്യമേളത്തിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും തൃശ്ശൂർ വരെ പോകേണ്ട കാര്യമില്ല. നമ്മുടെ സമീപ പ്രദേശത്തുള്ള തിരുവനന്തപുരം, കൊല്ലം ജില്ലയിലുള്ള ആളുകൾക്ക് എത്തോളം തലയെടുപ്പുള്ള ആനകൾ, അത് കേരളത്തിലെ പൂരപ്രേമികളെ സംബന്ധിച്ച് അവർക്ക് അഭിമാനിക്കാവുന്ന ഏറ്റവും ഇഷ്ടമുള്ള അവരുടെ മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ സ്നേഹിക്കുന്ന ആരാധിക്കുന്ന ആനകളാണ്. ആ ആനകൾ ഭഗവാന്മാരുടെ തിടമ്പേറ്റി നിൽക്കുമ്പോൾ അത് കാണേണ്ട കാഴ്ച തന്നെയാണ്. പൂരം ഒരു 1.5 പൂരമായിരിക്കും എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്ക് സംബന്ധിക്കുന്നത്. ഇനി വെട്ടിക്കോല 10 നാൾ ഉത്സവ ലഹരിയിലാണ്. എസ് വിനീഷ്, ന്യൂസ് 18 കൊട്ടാരക്കര. കണ്ണൂർ പരിയാരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം അടിപ്പാത നിർമ്മിക്കാത്തതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി നിരന്തരം ബന്ധപ്പെട്ടിട്ടും പരാതി പരിഹരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ലെന്നാണ് പ്രതിഷേധക്കാരുടെ ആരോപണം. റോഡ് മുറിച്ചു കടക്കുവാനുള്ള സൗകര്യം വേണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർക്കൊപ്പം വിദ്യാർത്ഥികളും ഹൈവേ പരിസരത്ത് പ്രതിഷേധവുമായി എത്തി. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന PM വിശ്വകർമ്മ പദ്ധതിയിൽ സംസ്ഥാനത്ത് കൂടുതൽ പേരെ സംരംഭകരാക്കാൻ നടപടി തുടങ്ങി. ഇതിന്റെ ഭാഗമായി വയനാട് ജില്ലയിൽ പ്രത്യേക ക്യാമ്പയിന് തുടക്കമായി. എല്ലാ ജില്ലകളിലും MSME പരിശീലന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ക്യാമ്പയിനുകൾ ആരംഭിച്ചു. ജില്ലാതല ബോധവൽക്കരണ പരിപാടിയും രജിസ്ട്രേഷൻ ഡ്രൈവുമാണ് കൽപ്പറ്റയിൽ സംഘടിപ്പിച്ചത്. 2 കേന്ദ്ര പദ്ധതികളിൽ 100% നേട്ടം കൈവരിച്ച ഏക ജില്ലയായി വയനാട് ഇതോടെ മാറി. നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 5755 രൂപ, പവന് 46,040 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 4775 രൂപ, പവന് 38,200 രൂപ. വെള്ളി ഗ്രാമിന് 76 രൂപ, കിലോഗ്രാമിന് 76,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സകലമാന കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം.